നേരെ എവിടെ പോയിരുന്ന ജോലിക്കാരൊക്കെ ഇവിടെ ഇഞ്ചി വന്നിരുന്ന് നീ എവിടെ പോയിരുന്ന നേരോട്ട് നിനക്ക് എപ്പോഴാ ഞാൻ കൂടെ വന്ന് നീ കത്തിയാട്ടി നോക്കി. ഞാൻ ബ്യൂട്ടി പാർലറിൽ പോയിരുന്നു. വീട്ടിൽ പോയേ? വീട്ടിൽ പോയെന്നല്ല, ബ്യൂട്ടി പാർലറിൽ പോയിരുന്നു. ബ്യൂട്ടി പാർലർ. നിനക്ക് അതൊക്കെ ജോലി അതെന്തീ? അത് സുന്ദരിയാവാൻ പോയത്. നിനക്ക് സുന്ദരിയാവാൻ നിനക്ക് കെട്ടിക്കൊടുത്ത് കെട്ടിച്ചയച്ച നിനക്കാണ് നീ സുന്ദരിയാവണം. അമ്മ കെട്ടിച്ചയച്ചെന്ന് പറഞ്ഞ സുന്ദരിയാവേണ്ടി, കെട്ടിച്ചയച്ച ഞാൻ സുന്ദരിയായില്ലെങ്കിൽ നിങ്ങൾ പറ്റാതെ 2 കൊച്ചിനെ പറ്റാലും 10നെ പറ്റാലും ഞാൻ സുന്ദരിയായില്ലെങ്കിൽ നിങ്ങളെ നിങ്ങളെ മോനെയാണ് ആൾക്കാർ ഓരോന്ന് പറയണ. ആൾക്കാരെ തല വേണ്ട ആൾക്കാരെ പറയും കണ്ട ആ പെണ്ണിനെ കെട്ടിക്കൊണ്ട് പോയിട്ട് അവൾ ഒരു കാശിന് കൊള്ളൂലെന്ന് പറയും. അപ്പൊ നിന്നെ ആക്ഷേപിക്കാൻ ഡ്യൂട്ടി പോയാ സുന്ദരിയാവോ? ഡ്യൂട്ടി പാർലർ അല്ല, ബ്യൂട്ടി പാർലർ പറഞ്ഞാണ്. ഡ്യൂട്ടി പാർലർ ഇതിനെ തിരുത്താൻ പറ്റൂല. ബ്യൂട്ടി പാർലറിൽ പോയാ സുന്ദരിയാവാം. സുന്ദരിയാവാ? എവിടെയാണ്? തൊട്ടപ്പുറത്ത്. ഞാൻ ഈ മുടിയൊക്കെ ഇങ്ങനെ ആക്കിയില്ലേ, ആ മുടി ആക്കി അവിടെ പോയാണ് ബ്യൂട്ടി. അതാണ് ബ്യൂട്ടി പാർലർ. അവിടെ പോയാ സുന്ദരിയാവാം. അങ്ങനെയൊന്നും വേണ്ട. വീട്ടിൽ നിന്നാ മതി. അങ്ങനെ പറ്റൂല. ഞാൻ പോയി എനിക്ക് പോയാലേ സുന്ദരിയാവാൻ പറ്റുള്ളൂ. ഇനി സുന്ദരി ആയിക്കൊണ്ടിരിക്കാം. അത്രയും വെട്ടും മുടി. മുടി വെട്ടിയില്ലല്ലോ. ദാണ്ട് ഇപ്പൊ നീളം വെച്ചു. ഇപ്പൊ നീളം വെച്ചിട്ട് ഇപ്പൊ നിനക്ക് വാരിക്കണ്ട വാരിക്കൊട്ടുമല്ല. ഞാൻ വാരിക്കട്ടല്ലേ? എല്ലാരും പറയും സ്ട്രൈറ്റ് ചെയ്താൽ മുടി എപ്പോഴും പെരുത്തിട്ടിരിക്കണോ. ഞാൻ വാരി ഉച്ചയിലൊക്കെ കെട്ടി വെച്ചാണ് ജോലി ചെയ്യണം. കൊച്ചിയിലൊക്കെ വാരി കട്ടി കഴിക്കാനും എവിടെ നേരം തിരുത്തിട്ടോണ്ട് നടക്കാൻ. ഞാൻ ആക്ച്വലി നമ്മുടെ പ്രൊമോഷൻ വീഡിയോ ചെയ്തിരുന്നില്ലേ, ഡബ്ബർ വളയെന്ന് എനിക്ക് ഉപ്പിടാൻ ഇഷ്ടം. ഇതാകുമ്പോ ഉടഞ്ഞു പോകും. ഇതാണ്ട് പക്ഷെ ഇത് നല്ല കട്ടിയുണ്ടമ്മ. ഇത് വാങ്ങിച്ചിട്ട് ഇച്ചിരി ദിവസമായിട്ട് ഉടയണില്ലല്ലോ. വേണ്ടാ. ഞാന് ബ്യൂട്ടി പാർലറിൽ ഒരു പ്രൊമോഷൻ ചെയ്തിരുന്നില്ലേ, അപ്പൊ അവരുടെ കണ്ടിന്യൂറ്റി സ്പായും പിന്നെ മന്ത്ലിയുള്ളതൊക്കെ ആ ചേച്ചി ഫ്രീ ആയിട്ട് ചെയ്യണം അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പൊ ആ ചേച്ചി കുറെ ദിവസമായിട്ട് എൻ്റെ മുടി ഹെയർ സ്പാ ചെയ്യാനും ഒന്ന് വാവുമ്പോ ക്ലീനപ്പ് ചെയ്യാന്നും പറഞ്ഞ് വിളിക്കുന്നുണ്ട്. എനിക്ക് നേരെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പോയില്ല. അപ്പൊ ഇന്ന് പോയി. അപ്പൊ നിങ്ങൾ വിചാരിക്കുമായിരിക്കും ഇവള് ഇപ്പൊ ഭയങ്കര മോഡേൺ ആയി, പണ്ടത്തെ ഉമയല്ല, അല്ലെങ്കിൽ ഭയങ്കര മാറ്റം വരുത്തി ഇപ്പൊ ചെയ്യാതിരിക്കാൻ പറ്റില്ല. അങ്ങനെയൊന്നും അല്ല കേട്ടോ. കാര്യം നമ്മൾ ഇപ്പൊ അറിയാമല്ലോ, ഇത് ചെയ്തിട്ടുള്ളവർക്ക് അറിയാം. നമ്മൾ സ്ട്രെയിറ്റ് ഒക്കെ ചെയ്താൽ അതിന് കണ്ടിന്യൂസ് സ്പാ ഉണ്ട് എവരി മന്തും. പിന്നെ ഫേസ് ആ ചേച്ചി പ്രൊമോഷന്റെ ഭാഗമായിട്ട് ചെയ്തു തരുന്നതാണ്. കാര്യം ചേച്ചിക്ക് ഞാൻ സുന്ദരിയായിട്ടിരുന്നാലേ അവരുടെ സ്ഥാപനം മുന്നോട്ട് പോവുള്ളൂ. കാശ് കൊടുത്ത് ചെയ്തു തുടങ്ങിയതല്ല, പ്രൊമോഷന്റെ ഭാഗമായിട്ട് ചേച്ചി ചെയ്യുന്നതാണ്. പിന്നെ ഇപ്പൊ ഇന്ന് തന്നെ ഒരു വീഡിയോക്ക് ഒരു കമന്റ് ഉണ്ടായിരുന്നു, എനിക്ക് പണത്തിനോട് ഭയങ്കര ആർത്തി എന്ന് പറഞ്ഞിട്ട് ഒരു പുള്ളിക്കാരി, ആടോ പെണ്ണോ അവരാണാണെന്നാണ് തോന്നുന്നത്, വന്ന് കമന്റ് ചെയ്തിരുന്നു. ഇനിയിപ്പോ ഇത് കാണുന്നവർ വിചാരിക്കും, അങ്ങനെ എല്ലാരും വിചാരിക്കില്ല, കുറച്ച് ആൾക്കാർ വിചാരിക്കും കണ്ട അവള് ഭയങ്കര ബ്യൂട്ടി പാർലറിലൊക്കെ പോയി തുടങ്ങി എന്നുള്ളത്. പറഞ്ഞല്ലോ പ്രൊമോഷന്റെ ഭാഗമാണ്, പൈസ കൊടുത്ത് ചെയ്യുന്നതല്ല. അപ്പൊ അമ്മ രാവിലെ ഞാൻ ഉച്ചയ്ക്ക് പോയി, അവിടെ തിരക്കുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പോയിട്ട് ഇച്ചിരി താമസിച്ചു. എനിക്ക് സത്യമായിട്ട് ഞാൻ അവിടെ ഇരിക്കുന്ന ഓരോ നിമിഷവും ഞാനാണ് വെപ്രാളപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കാര്യം ഇവിടെ ജോലിക്കാരുണ്ട്, അമ്മ ഇവിടെ ഉണ്ട്, ചേട്ടനുണ്ട്. ഞാൻ ഇല്ലെങ്കിൽ അങ്ങേർക്ക് ദേഷ്യം വരും. പിന്നെ ഇത് തന്നെ ഉണ്ടില്ലേ ഇപ്പൊ ദേഷ്യം. ഞാൻ പോയത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടല്ലേ പോയതാ വരണമെന്ന്. ഞാൻ ദാ വരണമെന്ന് പറഞ്ഞാണ് പോയേട്ടാ. ബ്യൂട്ടി പാർലറില് ആശുപത്രിയിലൊക്കെ ഇപ്പൊ കുറച്ച് നേരത്തെ പോകാൻ പഠിച്ചു. ആരെ വിളിച്ച എന്താരി? അപ്പൊ നിങ്ങൾ ഞാൻ ആശുപത്രിയിലാണെന്ന് വിചാരിച്ചാ? ഞാൻ ആശുപത്രി എന്നാണ് വിചാരിച്ചത്. പിന്നെ ഒരു കാര്യമുണ്ട്, അവരെയും കുറ്റം പറയാൻ പറ്റൂല. ഇവിടെ ആഴ്ചയിൽ 7 ദിവസം ഉണ്ടെങ്കിൽ നമ്മൾ 5 ദിവസം ആശുപത്രിയിലാണേ. അതുകൊണ്ട് പിന്നെ കുറ്റം. എനിക്ക് മിനിഞ്ഞാന്ന് പനിയായിരുന്നു. അപ്പൊ ആന്റിബയോട്ടിക് പിന്നെ പോണ്ടേ, സുന്ദരിയാവണ്ടേ. സുന്ദരിയായാലേ എല്ലാരും. ഇവിടെ പയ്യ എനിക്ക് സുന്ദരിയാവും. ഈ വയസ്സാം കാലത്താ? ഇനി പോക്കൂല. വയസ്സാം കാലത്താന്ന് ചോദിച്ചപ്പോ ഇമോഷണലായി. അത് നിങ്ങൾക്ക് പ്രായമായില്ലല്ലോ. പ്രായമായില്ല, തലയൊന്നുമില്ലെന്ന്. തലയില്ല, ഇവനിത് ഇതല്ലേ തല. നീ നമുക്ക് വേണമെങ്കിൽ സുന്ദരിയാക്കാം. വേണ്ട, സുന്ദരിയായ ആണുങ്ങൾ വരെ പറയും. ആണുങ്ങളാ? പെണ്ണുങ്ങളൊന്നും പറയൂലേ? പെണ്ണുങ്ങളെ കയ്യ
അമ്മ പെണ്ണുങ്ങളാണ് പറയണ, ആണുങ്ങളൊന്നും പറയൂല. സുന്ദരിയാവണ്ട, എന്നാലും ഒന്ന് വയസ്സായ കാലമായി. ഞാൻ സുന്ദരിയാക്കി തരാന്ന്. ഇതുപോലെ എന്റെ മോൻ പോലെ ആവണോ? ഇന്ന് ആരോ ഒരാള് പറയുന്ന കേട്ടാ അമ്മയുടെ മുഖം മുഴുവൻ പാടുകള്, ആ പാടുകൾ കളക്കി വീട്ടിനകത്ത് കയറ്റി. എനിക്ക് അറിഞ്ഞൂടെ എന്തൊക്കെ പറഞ്ഞു. ഇന്നലെ വന്ന് ഒരു വീഡിയോ കാണും, എന്നിട്ട് അങ്ങോട്ട് വന്ന് കുറെ എന്നെ തെറിയും പറഞ്ഞിട്ട് പോകുമ്പോൾ അവർക്ക് എന്തോ ആത്മസംതൃപ്തി കിട്ടണം എന്നാണ് തോന്നണത്. ഈ പാടുകളൊന്നും പോവില്ല, ഇതൊക്കെ ജന്മനാ കിട്ടിയ പാടുകളാണ്. പക്ഷെ പോവൂല എന്നൊന്നും ഞാൻ പറയൂല. ഞാൻ കുറെ പാട് കളച്ചതാണ്ട. ഈ സൈഡ് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല, തിരിയണില്ല. അതാണ്ട ഈ സൈഡൊന്നും ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. ഈ സൈഡ് വേണ്ട, നന്നായിട്ട് പാട് പോയി. ഞാൻ മാറ്റി, ഞാനൊരു സ്കിൻ കെയർ ഓയിലൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് മാറ്റി. ഇനി ഒരു പുതിയൊരു സ്കിൻ കെയർ ഓയിൽ അടുത്ത് ഞാൻ പരീക്ഷിക്കാൻ പോവേന്ന്. അപ്പൊ നിങ്ങൾ വിചാരിക്കും നിന്റെ പരീക്ഷണ വസ്തുവാണ് അവരെന്ന്. അങ്ങനെയല്ല, എന്റെ മുഖത്ത് പാടുകളില്ല, പാടുകളുള്ളതെല്ലാം അമ്മയ്ക്കാണ്. അപ്പൊ അമ്മയുടെ പാടുകൾ മാറ്റാനാണ് ഞാനിപ്പോ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇന്ന് ആരോ പറഞ്ഞു എന്ന് ചേട്ടൻ പറയുന്നു, ഞാൻ കണ്ടില്ല. അമ്മയുടെ തലയില ഈ വള്ളി മാറ്റി കൊടുക്കാനായിട്ട്. ദയവേത് ഞാൻ ഒരു കാര്യം പറയാം. വാറിട്ട് കെട്ടണ്ട. ദയവേത് ഒരു കാര്യം ഞാൻ പറയാം. നിങ്ങൾ വല്ലപ്പോഴും നമ്മൾ ചാനലുകൾ റീച്ചാവുക ആൾക്കാർ, പുതിയ ആൾക്കാർ നമ്മളെ വീഡിയോസ് കാണാൻ വരും. അത് സ്വാഭാവികമാണ്. നിങ്ങൾ വന്ന് ഒന്നുകിൽ പഴയ വീഡിയോസും കൂടി കണ്ടിട്ട് അഭിപ്രായം പറയാൻ നിൽക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ അതിനകത്ത് എക്സിസ്റ്റിംഗ് ആൾക്കാരുണ്ട്, അവർ വന്ന് വല്ലതൊക്കെ നിങ്ങളെ വഴക്ക് പറയും. അതുകൊണ്ടാണ് കേട്ടോ. ഈ അമ്മയുടെ തലമുടി എന്നൊക്കെ പറയുന്നത് ഇത് ജന്മന ഉള്ളതാണ്. അതായത് അമ്മ ജനിച്ചപ്പോഴേ അമ്മ ശീലിച്ച കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഞാനോ നമ്മളാരും വിചാരിച്ചാൽ അത് തിരുത്താൻ പറ്റില്ല. നമ്മൾ തിരുത്താൻ പറ്റിയാല് അതിന്റെ സൈഡ് എഫക്റ്റ് നിങ്ങൾ വീട് ക്ലീൻ ചെയ്തപ്പോൾ കണ്ടേയല്ലേ. ഞാൻ പറഞ്ഞല്ലോ, പുതിയ ആൾക്കാർക്ക് ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല, പഴയ ആൾക്കാർക്ക് അറിയാം. വീട് ക്ലീൻ ചെയ്തപ്പോൾ നിങ്ങൾ വന്ന മാറ്റം കണ്ടല്ലോ. ഞങ്ങളത് കുറേ നാൾ വെച്ചനത്തി ആ അനുഭവം. അപ്പൊ ഇനി നമുക്ക് അമ്മയിൽ വീണ്ടും അമ്മയുടെ ഓരോരോ ഇഷ്ടങ്ങളെ എന്റെ നിർബന്ധപൂർവം അതിനെ വലിച്ചു കീറിയെടുത്ത് അമ്മയുടെ മനസ്സിനെ നോയിപ്പിക്കാൻ എനിക്ക് താല്പര്യമില്ല. ഇപ്പൊ നമ്മൾ ഈ പോകുന്ന പോലെ സന്തോഷത്തോടെ പോകണമെങ്കിൽ അമ്മയുടെ കുറെ ഇഷ്ടങ്ങൾ ഞാൻ അക്സെപ്റ്റ് ചെയ്യണം, അഡ്മിറ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ ഈ കാണുന്ന ഇഷ്ടം കാണുള്ളൂ. അതിന് ദയവേരുതി നിങ്ങൾ വന്ന അഭിപ്രായങ്ങൾ പറഞ്ഞ് നമ്മളെയും കൂടി വിഷമിപ്പിക്കരുത്. പഴയ വീഡിയോസ് കാണുക എന്ന് പറയാൻ മാത്രമേ എനിക്ക് പറ്റുള്ളൂ. പിന്നെ ഈ സ്പോർട്സ് ഒക്കെ ഞാൻ മാറ്റും. അത് ഞാൻ മാറ്റാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്റെ കുഞ്ഞിക്ക് കൊടുക്കുന്ന എഫേർട്ടിനെ കാട്ടി നല്ല എഫേർട്ട് അവർക്ക് കൊടുക്കുന്നുണ്ട്. എന്നെ കൂടെ കൊണ്ടുവന്ന് പഠിപ്പിക്കാൻ. നിങ്ങൾ വെളുത്തിരിക്കല്ലേ അതാണ്ട് നല്ല നിറമുണ്ട്. ഇത് നല്ല നിറമാണ്, വെളുപ്പാണിത്. കറുപ്പല്ലേ? നല്ല വെളുപ്പുണ്ട്. സോപ്പ് മനുഷ്യർ തേക്കും പോലെ തേക്കണം. സോപ്പ് തേച്ചാ വെളുക്കും അമ്മ. സോപ്പ് തേച്ച് കുളിച്ചാ വെളുക്കുകയൊക്കെ ചെയ്യും. അത് പറഞ്ഞപ്പോഴാണ് ആലോചിച്ചത്. അത് തന്നെ, സോപ്പ് തേക്കും. ഇന്ന് ഏതോ ഒരു മഹത് വ്യക്തി എന്ന് പറഞ്ഞായിരുന്നു അവർക്ക് നന്നായിട്ട് സോപ്പ് തേച്ച് കുളിപ്പിക്കാൻ. എനിക്ക് ശാന്തമായിട്ട് സംസാരിച്ച് ശീലമുള്ളത് മാത്രം എനിക്ക് ദേഷ്യം വരണില്ല. നന്നായിട്ട് സോപ്പ് തേച്ച് തന്നെയാണ് അവർ കുളിക്കുന്നത്. അവർക്ക് നല്ലതായിട്ട് അവിടെ എന്തായാലും 10-40 രൂപ സോപ്പ് വാങ്ങിച്ചു കൊടുക്കാനുള്ള സാമ്പത്തിക സ്ഥിതിയൊക്കെ ഇപ്പൊ ഞങ്ങൾക്കുണ്ട്. എനിക്കില്ലെങ്കിൽ അങ്ങനെ അവരുടെ മോനുണ്ട്. പിന്നെ സോപ്പ് തേച്ച് കൊടുക്ക്, നല്ല വസ്ത്രം കൊടുക്ക്, നല്ല ആഹാരം കൊടുക്കുക എന്നൊന്നും പറയേണ്ട അവസ്ഥയൊന്നും ഇവിടെ ഇപ്പൊ ശോഭനയ്ക്കില്ല. ശോഭനയ്ക്ക് അത്യാവശ്യം സോപ്പും തുണികളും ഭക്ഷണമൊക്കെ വാങ്ങിച്ചു കൊടുക്കാനുള്ള സാമ്പത്തിക സ്ഥിതി ഇപ്പം ഞങ്ങൾക്കുണ്ട്. ദയവേരുത് എവിടെയെങ്കിലും ഇരുന്ന് എന്തെങ്കിലും നാറി സംസാരിക്കരുത്. നമുക്കിത്തിരി സംസ്കാരം ഉള്ളതുകൊണ്ട് നമ്മൾ മാന്യമായിട്ട് മറുപടി തരുന്നു എന്ന് കരുതിയിട്ട് നിങ്ങൾ ഓവർ ആവരുത് കേട്ടോ. ഇച്ചിരി കൂടെയാണ് എല്ലാ പേരും ഇങ്ങനെ വന്ന് മോശം സംസാരങ്ങൾ സംസാരിക്കുന്നത്. എന്താ ഇവരെ കണ്ടിട്ട് നിങ്ങൾക്ക് കുളിക്കാത്ത സ്ഥിതിയായിട്ട് തോന്നുന്നുണ്ടോ? എത്രയോ ആൾക്കാർ വന്ന് കമന്റ് ചെയ്യുന്നുണ്ട്, ശോഭന ഇപ്പൊ നല്ല മാറ്റം വന്നു, പണ്ടത്തെ മാതിരിയല്ല, നല്ല വൃത്തി വന്നു, നല്ല ഭംഗി വന്നു, കാണാൻ സുന്ദരിയായിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അമ്മ കുളിച്ചില്ലെങ്കിൽ ഞാൻ സോപ്പ് തേച്ച് കുളിപ്പിക്കും കേട്ടോ. പഴയതിനെക്കാട്ടിയും നല്ല ബെറ്റർ ആയിട്ടുണ്ടെന്ന് ഒത്തിരി ഞങ്ങളെ സ്നേഹിക്കുന്ന ആൾക്കാർ പറയുന്നുണ്ട്. ആദ്യം തൊട്ടേ വീട് ഞാൻ 4 മാസം അങ്ങോട്ടായി തോന്നുന്നു വീട് ഇടാൻ തുടങ്ങിയിട്ട്. ഈ 4 മാസത്തെ അമ്മയുടെ മാറ്റങ്ങൾ ആ ചാനലിനകത്തൂടി എല്ലാവരും കാണുകയാണ്. എന്തിനാണ് വന്നിരുന്നത് ഇങ്ങനെ ചൊറിയണ സംസാരിക്കണം? നിങ്ങളെ വീട്ടിൽ നടക്കും പോലെയാണോ മറ്റുള്ളവരുടെ വീട്ടിൽ? നിങ്ങളെ വീട്ടിൽ ചിലപ്പോൾ ഈ പറയുന്ന സോപ്പൊന്നും തേക്കാണ്ടായിരിക്കും നിങ്ങളെ വീട്ടിലുള്ളവർ കുളിക്കുന്നത്. എല്ലാവരും അങ്ങനെയാണെന്ന് കരുതരുത്. എനിക്ക് നല്ല ദേഷ്യം വന്നു. ഞാൻ പറഞ്ഞല്ലോ, എന്നെ എന്ത് പറഞ്ഞാലും ഞാൻ സഹിക്കും. എന്നെ പറയുന്നവർക്കൊന്നും ഞാൻ റിപ്ലൈ കൊടുക്കാൻ പോണില്ല. അത് എന്റെ വീഡിയോ കാണുന്നവർക്കറിയാം. എന്നെ പറയുന്നവർക്ക് ആർക്കും ഞാൻ കമന്റ് വഴി ഒന്നും പറയാൻ മെനക്കെടാറില്ല. എന്റെ അമ്മയോ എന്റെ കെട്ടിയോനോ എന്റെ കുട്ടികളെയോ പറഞ്ഞാൽ എനിക്ക് വിഷമം വരും കേട്ടോ. ഇടയ്ക്ക് കുഞ്ഞി അമ്മയും കൂടെ വഴക്കൂടിയപ്പോൾ കുഞ്ഞി ആ 3 വയസ്സുള്ള കൊച്ചിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറഞ്ഞ വിവരം കൂടിയ ആൾക്കാരുള്ള ലോകമാണത്. ഇത്രയും പ്രായം ചെന്ന അമ്മയ്ക്ക് ദേഷ്യം വന്നപ്പോൾ ആ കൊച്ചിനെ അടിക്ക് ഉപദ്രവിക്കുകയും ഒരുത്തി പറഞ്ഞു, അയ്യോ എന്റെ കൈ ഒടിഞ്ഞു പോയെന്ന്. തിരിച്ചപ്പോൾ ഒടിഞ്ഞു പോയി എന്ന് പറഞ്ഞ ഒരുത്തിയുണ്ട്. ഒടിഞ്ഞു തൂങ്ങിയെന്ന്. അയ്യോ ആ കൊച്ചിന്റെ കൈ ഒടിഞ്ഞു തൂങ്ങി എന്ന് പറഞ്ഞ ഒരുത്തിയുണ്ട്. 3 വയസ്സുള്ള കൊച്ചിനെ പറയണേ. പിന്നെ ഓരോരു ടീം വന്ന് പറയുന്ന കേട്ടു, ഒന്നല്ല കുറെ പേര് വന്ന് പറയുന്ന കേട്ടു, 3 വയസ്സുള്ള
3 വയസ്സുള്ള കൊച്ചിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ. നിങ്ങളുടെയൊക്കെ വീട്ടിൽ 3 വയസ്സുള്ള കുഞ്ഞിനെ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള കഴിവ് നിങ്ങൾക്ക് ഉണ്ടാവും. എന്നാൽ ഞാൻ ആ കാര്യത്തിൽ ഒരു കഴിവേട്ട അമ്മയാണ്. ഓക്കെ, 3 വയസ്സുള്ള കൊച്ചിനെ എന്തായാലും എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കാനുള്ള കഴിവില്ല. ഒരു 5 വയസ്സിന് ശേഷമുള്ള കുഞ്ഞിനെ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള കഴിവ് എനിക്കുണ്ട്. അത് ഞാൻ തെളിയിച്ചിട്ടുണ്ട് എൻ്റെ മോൻ വഴി. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, പിന്നെ വേറൊരു കാര്യം കൂടെ കേട്ടോ, ഇതൊന്നും നെഗറ്റീവിന് റെസ്പോണ്ട് വീഡിയോ ആയിട്ട് ആരും കാണരുതേ. ഇപ്പം എന്നെ ഇഷ്ടപ്പെടുന്ന കുറേ പേര് വന്ന് വഴക്ക് പറയും. അതേ പേര് അങ്ങനെയല്ല, കുറച്ച് കാര്യങ്ങൾ നമുക്ക് കമന്റ് കൂടി റിപ്ലൈ കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ പറയണത്. എനിക്ക് നന്നായിട്ട് വിഷമം വന്നു കേട്ടോ, നന്നായിട്ട് ഹേർട്ട് ചെയ്തു അമ്മയെ പറഞ്ഞപ്പം. കാരണം ഞാൻ വരുന്നത് വരെ അവരെങ്ങനെയാണെന്നുള്ള കാര്യം എനിക്കറിയില്ല. ഞാൻ വന്നതിന് ശേഷം അവരെ നന്നായിട്ട് സോപ്പ് തേച്ചൊക്കെ തന്നെയാണ് കുളിക്കുന്നത്, നല്ല ഭക്ഷണം തന്നെയാണ് കഴിക്കുന്നത്, നല്ല വസ്ത്രം തന്നെയാണ് ഇടുന്നത്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ പറയുമ്പോൾ എനിക്ക് നന്നായിട്ട് ഹേർട്ട് ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ നന്നായിട്ട് റെസ്പോണ്ട് ചെയ്തത് കേട്ടോ. ഇനി അങ്ങനെ പറയരുത് നിങ്ങൾ, ദയവേരുത്. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാണ്ടെങ്കിൽ നിങ്ങളെ വീട്ടിൽ പറഞ്ഞു തീർക്ക്. എന്തിനെങ്ങനെ അപ്പൊ നിങ്ങൾ ചോദിക്കും, കമന്റ് പബ്ലിക്കിൽ എല്ലാവർക്കും ഇടാനുള്ള അഭിപ്രായം ഉണ്ടല്ലോ, ഒന്ന് പറഞ്ഞോ. പക്ഷെ നിങ്ങളും നമ്മളും മനുഷ്യരാണ് എന്നുള്ളൊരു വികാരം വരണം. മറ്റുള്ളവരെന്തും പറഞ്ഞ് നോവിക്കാം എന്ന് വിചാരിക്കരുത്. സത്യമാണെങ്കിൽ ശരി, ഞങ്ങൾ കേട്ടോണ്ട് ഒരറ്റത്ത് പോകാം. ഞങ്ങളിപ്പോൾ അമ്മയ്ക്ക് സോപ്പൊന്നും കൊടുക്കണില്ല, അമ്മയ്ക്ക് ഭക്ഷണമൊന്നും കൊടുക്കണില്ല, അമ്മയ്ക്ക് വസ്ത്രമൊന്നും കൊടുക്കണില്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ നമ്മൾ പട്ടി പോലെ കേട്ടോണ്ടിരിക്കാം. പക്ഷെ അങ്ങനെയല്ലല്ലോ, നമ്മൾ ഇതൊക്കെ ചെയ്യാത്തവരാകുമ്പോൾ നമ്മൾ റെസ്പോണ്ട് ചെയ്തു പോകും. അപ്പൊ അതുകൊണ്ട് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ആർക്കും എന്തും പറയാം, പക്ഷെ നമ്മളും മനുഷ്യരാണെന്നും വികാരവും വിചാരവും ഉണ്ടെന്നുള്ള ധാരണ വേണം. പോവാൻ പറയേ. ആരെന്നെയാണോ? അവരെയൊക്കെ പാട്ടിന് പോവാൻ പറ. ആരാ പറഞ്ഞോളെ പറഞ്ഞവള സോപ്പ് തേച്ചിന്റെ പറഞ്ഞ നീ ഡാപ്പർ വളയിൽ പോവാ. ഡാപ്പർ വളയിൽ പോന്നു. മാറ്റള എഡിറ്റ് ചെയ്യൂല ഇത്. ആര്യ പറയണ നീ ഇങ്ങനെ തന്നെ ഇടും. അതേത് പറയണ നീ എന്നെ സുന്ദരിയാക്കാൻ കൊണ്ടുപോകും. അവളെയൊക്കെ കാണാമെങ്കിൽ നീ എന്നെ സുന്ദരിയാക്കാൻ കൊണ്ടുപോകും. അവളൊക്കെ കാണിക്കണമെങ്കിൽ ഇനി എന്നെ സുന്ദരിയാക്കാൻ കൊണ്ടുപോവാൻ കണ്ടാ. ഒരു കാര്യം ചെയ്യാം, സുന്ദരിയാക്കാൻ കൊണ്ടുപോവാം. പക്ഷെ നിങ്ങൾ പറഞ്ഞ പോലെ മൊത്തത്തില് ഇതുപോലെയൊന്നും ആവൂല. ഒന്ന് ശ്രമിച്ചു നോക്കാം. എന്താന്നറിയോ, നിങ്ങൾ അവിടെ പോയിട്ടില്ല, നിങ്ങൾ അളിച്ചു പിടിച്ച് ചൊറിയാനൊന്നും പറ്റൂല. അവിടെ പോയിരുന്ന് കൈകത്ത് അവിടെ പോയിരുന്ന് കുറച്ച്, അമ്മ കണ്ടിട്ടില്ലല്ലേ ബ്യൂട്ടി പാർലർ എന്താണെന്നുള്ളത്. അപ്പൊ ഞാൻ എന്തുകൊണ്ടുപോയി കാണിച്ചു തരാം. എന്നിട്ട് കുറച്ച് മാറ്റങ്ങൾ ഞാൻ മാറ്റാൻ പറ്റുന്നതൊക്കെ ചെയ്യാൻ നോക്കാം. എഗിരി എഗിരി പറ. എഗിരി മുട്ടിക്കണം, മുട്ടിച്ച്. അപ്പൊ നമ്മള് എന്തായാലും കൊറേ ആദ്യത്തെ ബ്യൂട്ടി പാർലർ ഞാൻ പോയപ്പോഴും അമ്മ ചോദിച്ചു, നീ എങ്ങനെ സുന്ദരിയായി, എന്നെ സുന്ദരിയാക്കോന്ന് ചോദിച്ചു. ഇപ്പോഴെന്താ പറഞ്ഞു. അപ്പൊ എന്തായാലും പ്ലാൻഡ് അല്ല കേട്ടോ, അമ്മയെ സുന്ദരിയാക്കാനായിട്ട് ഞാൻ തീരുമാനിച്ചു. എന്തായാലും അമ്മയെ ബ്യൂട്ടി പാർലറിൽ കൊണ്ടുപോകും. എന്തെങ്കിലുമൊക്കെ കുറച്ച് കരവിരുത് അമ്മയുടെ ഫേസിൽ ഞാൻ ചെയ്യാൻ പോണു. ചെയ്യാം കേട്ടാ. നീ ഇപ്പൊ പോണാ? നമുക്ക് കുറച്ച് കഴിഞ്ഞ് പോവാം. ഇപ്പൊ ഞാൻ വന്നതല്ലേ ഉള്ളൂ, ഇപ്പം പോണ്ട അമ്മ. ഇപ്പൊ ഞാൻ വന്നിട്ട് കുറച്ച് സമയമല്ലേ ആയുള്ളൂ, പണിക്കാരൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ഒന്നുകിൽ വൈകുന്നേരം പോവാം, ഇല്ലെങ്കിൽ നാളെ രാവിലെ പോവാം കേട്ടോ. നാളെ രാവിലെ ആവട്ടെ. നാളെ ആകുമ്പോ പണിക്കാരെയും നമുക്ക് ജോലിയൊക്കെ ഏൽപ്പിച്ചിട്ടേ നമുക്ക് പോവാം. ഇന്നിപ്പൊ ഞാൻ ഇപ്പൊ വന്നതല്ലേ ഉള്ളൂ, ഞാൻ ക്ഷീണിച്ചിരി വീട്ടിൽ എന്തുമാത്രം ജോലി കിടക്കണം. കേട്ടോ, നാളെ പോവാം. അപ്പൊ നാളെ ബ്യൂട്ടി പാർലർ വെച്ച് കാണാന്ന് പറ. നാളെ ഡ്യൂട്ടി ബ്യൂട്ടി പാർലറിൽ വെച്ച് കാണാന്ന് പറ. ഡ്യൂട്ടി കാണാം. ഞാൻ അവിടെ ഉണ്ടായിരിക്കും പറ. ഞാൻ അവിടെ ഉണ്ടായിരിക്കും. എന്നെ കാണണമെന്നുള്ളവര് നാളെ വരാൻ പറ. നാളെ വരണം. നിങ്ങളെ കാണണോ? നിങ്ങളല്ലല്ലേ, എന്നെ മാറിപ്പോയി. ഇനിയിപ്പൊ എന്നെങ്കിൽ എന്നാ. നമുക്ക് നാളെ ബ്യൂട്ടി പാർലറിൽ പോയി സുന്ദരിയായി പണ്ടാരം ഉണങ്ങി നിങ്ങളെ കൊതികളൊക്കെ തീർക്കാം കേട്ടാ. ചോറ് കഴിച്ചാ? ചോറ് വേണോ? ചോറ് വേണോ? ശരി, അപ്പൊ ഞാൻ പോയി വല്ലതും കഴിച്ചോട്ടാ. ശരി. ബന്നുണ്ടാ? ബന്നില്ല, ബ്രെഡ് ഉണ്ട്, തരാം.